എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിൽ തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥികൾ ദൃശ്യം പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യത്തിലേക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത നടക്കാം. +1 ഏകജാലക പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് വിവരങ്ങൾ ഇന്ന് പബ്ലിഷ് ചെയ്യും. ജൂൺ മാസം 15 പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നതെങ്കിലും ജൂൺ മാസം 15 മുതൽ 17 വരെയാണ് അഡ്മിഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷങ്ങളിലും അലോട്ട്മെന്റുകൾ ഇപ്പോൾ HF എല്ലാ വർഷവും പറഞ്ഞതിന്റെ തലേ ദിവസം അലോട്ട്മെന്റ് വരാറുണ്ട്. തലേ ദിവസം രാത്രിയോടെ തന്നെ അലോട്ട്മെന്റ് ലഭ്യമാറുണ്ട്. തീർച്ചയായും ജൂൺ മാസം 15-നാണ് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം 15 പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ നാളെ രാവിലെയോട് തന്നെ അലോട്ട്മെന്റ് ലഭിക്കും. അതിന്റെ സർക്കുലർ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. +1 ഒന്നാം അലോട്ട്മെന്റ് റിസൾട്ട് ജൂൺ 15. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് 2026 ജൂൺ 15 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാകും വിധം പ്രസിദ്ധീകരിക്കുന്നതാണ്. ആദ്യ ലിസ്റ്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം 2026 ജൂൺ 15 മുതൽ ജൂൺ 17 വരെ വൈകിട്ട് 5 മണി വരെ നടക്കും. ജൂൺ മാസം 15 മുതൽ ജൂൺ മാസം 17 വരെ വൈകിട്ട് 5 മണി വരെ നടക്കുമെന്നാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ ജൂൺ മാസം 15 അഡ്മിഷൻ തുടങ്ങണമെങ്കിൽ ജൂൺ മാസം 14 തന്നെ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടൊരു പ്രക്രിയയുണ്ട്. 14 വരെ നടക്കും. 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ www.hfcap.kerala.go.in പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലോടുകൂടി കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നതിലൂടെ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ ലഭിക്കും. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ കാൻഡിഡേറ്റ് ലോഗിനിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിൽ നിന്നും ലഭിക്കുന്ന അലോട്ട്മെന്റ് ലെറ്ററുമായി അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ രക്ഷകർത്താവിനൊപ്പം 2026 മെയ് 25 പ്രസിദ്ധീകരിച്ച സർക്കുലർ പ്രകാരം ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും അസൽ സഹിതം ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിന്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകാവുന്നതാണ്. ആദ്യ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം സ്കൂളിൽ അടയ്ക്കാവുന്നതാണ്. മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെന്റായി ലഭിച്ചവർക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. താൽക്കാലിക പ്രവേശനം നേടിയവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏത് ഉയർന്ന ഓപ്ഷനും വേണമെങ്കിലും ഓപ്ഷനുകൾ മാത്രമായി റദ്ദ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതിനായി അപേക്ഷയും പ്രവേശനവും നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. ആദ്യ അലോട്ട്മെന്റുകളിൽ ഇടം നേടാത്തവർ അടുത്ത അലോട്ട്മെന്റുകൾക്കായി കാത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലേക്കും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകണമെന്ന് പറയുന്നു. ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം മറ്റും അലോട്ട്മെന്റുകളിൽ പരിഗണിക്കാതെ അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ അലോട്ട്മെന്റ് റിസൾട്ടും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷകർ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന ലിങ്കിലൂടെ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കുന്നതാണ്. SSLC പുനഃപരിശോധനാ റിസൾട്ട് ഉൾപ്പെടുത്തിയാണ് അലോട്ട്മെന്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ പ്രിൻസിപ്പൽമാർ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈ നെയിം ഇസ് കൃത ഫോർ ഡിസ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ് ബൈ